ഹായ് ഫ്രണ്ട്സ്, ഇത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇരിക്കാനും നല്ല അടിപൊളി സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അടിപൊളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ ഈ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇതൊക്കെ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി സൈഡിൽ ആളുകളൊക്കെ ഒന്ന് വന്നാൽ നല്ലൊരു സൗകര്യമായിരിക്കും. വന്നാലും ഒന്ന് ഇച്ചിരി നേരം ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ കുറ്റിക്കാടുകളൊക്കെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഉണ്ടാവും ഇച്ചിരി റെസ്റ്റൊക്കെ എടുക്കാം. അങ്ങനെയൊക്കെ റെസ്റ്റൊക്കെ എടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ ഇങ്ങനെ പതൊക്കെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണമെങ്കിൽ ഇറങ്ങാവുള്ളൂ. ചെരുപ്പ് എന്താ അറിയോ, ചെരുപ്പ് ഊരിയിട്ടിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞാൽ വേറെ കാര്യമുണ്ട് ഇതിനകത്ത്. നമ്മുടെ ഈ ചേറും ഈ ചെരുപ്പും കൂടെ ആകുമ്പം ഇതായിപ്പോവും. ഇതൊക്കെ അങ്ങോട്ട് ഊരാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ വേറെ രസമുണ്ട്, ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. കാരണം ഇതുപോലുള്ള കൊച്ചു ഈ കുറ്റികൾ ഇത് കണ്ടാൽ കാലം നല്ല ആണി അടിച്ച് കയറ്റുന്ന പോലുള്ള സാധനങ്ങളുണ്ട് ഇതിവിടെ. ആണി അടിച്ച് ഉരുക്കി കയറ്റുന്ന പോലുള്ള. അപ്പം ചെരുപ്പ് വേണ്ടി വരും. കാരണം അതുകൊണ്ട് കഴിവൊന്നും നിങ്ങൾ ഇവിടെ നിന്ന് ഇതിപ്പോൾ ഞങ്ങളൊക്കെ അടിപൊളിയായിട്ട് വൃത്തിയാക്കി ആക്കാം. പിന്നെ കവറുകൾ കിടപ്പുണ്ട്, അത് കാക്ക വൃത്തിയാക്കി ഞങ്ങളുടെ ഇപ്പോൾ ഇരിക്കാൻ നല്ല സൗകര്യമാണ്. കണ്ടേ, ഇത് കണ്ടല്ലേ സ്ഥലം, നമ്മുടെ ആനക്കാരനിരിക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലൊക്കെ ഇങ്ങനെ ഇരിക്കാം. ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇങ്ങനെയുള്ള തീരപ്രദേശത്തിൻ്റെയൊക്കെ ഇവിടെ കയ്യിലൊന്നു ചിരിച്ചാൽ കരയാതെ പൂമുത്ത് ഓരന്നു കരഞ്ഞാൽ ഒത്തിക്കളയും തൂമുത്ത്. ആ മുത്ത് ഈ മുത്ത് ആൾ കൊല്ലം ഇനി മുത്ത് കിടവക്കട പറ വെക്കണ മുത്ത്. അടുത്തു തോണിക്കാരാ ഹായ് ഫ്രണ്ട്സ്, എന്നാണ്ട് ഇവർക്കൊരു കരിമീൻ കിട്ടി. ഞാൻ പിടിച്ചല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. ഉണ്ടോ കരിമീൻ്റെ ആളാണ്. ഹായ് ഫ്രണ്ട്സ്, അടിപൊളി കരിമീനാണ് ഇത്. ഈ കരിമീൻ പിന്നെ നമ്മുടെ കുറുമ നമ്മുടെ കായലിൽ നിന്ന് ഇവിടെ വളർത്തുന്നതിനെക്കാട്ടി അടിപൊളി സാധനമായിരിക്കും. നമ്മൾ കായലിൽ നിന്ന് നേരിട്ട് ആ കരിമീൻ കഴിക്കുന്നത്. കുറുമ കറിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ വളർത്തുന്ന മീനാണെങ്കിൽ പിത്തം പിടിച്ച പോലെ ഇരിക്കും, ഒരു രുചിയും കാണത്തില്ല. അതുകൊണ്ട് ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കഴിവുന്നതും കുറുമ കരിമീൻ കുറുമ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കായലിൽ നേരിട്ടുള്ള ഇതുപോലുള്ള കൊച്ചു ആളിനെ പിടിക്കണം. വലിയ ആൾ കൊണ്ടിൻ്റെ ഇടയ്ക്ക് പണ്ടുണ്ടായിരുന്നില്ല, കക്കൂസൊക്കെ ഉള്ള സമയം ഉണ്ടായിരുന്നു പണ്ട് അടുത്ത്. അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല ഫ്രഷാട്ടെ, മൊത്തം ഇത് ഫ്രഷാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇത് ലൈക്കും ഷെയറൊക്കെ കൊടുക്കണം കേട്ടോ. ഇവർക്ക് കണ്ട ആളിനെ കാണിച്ചു തരാം. ശരി, ഓക്കെ. അടി സാക്കെ ആ പാട്ട് കേട്ടോ, ആ പുള്ളി അതിനകത്ത് വീണത് കേട്ടോ. ചൂണ്ടാ ചൂണ്ട കൊണ്ട് മണ്ണൊക്കെ കുരുകൂടെ. ഹായ് ഫ്രണ്ട്സ്, വേണ്ട ഇപ്പം നമുക്ക് നമ്മുടെ പിള്ളേർ അടിപൊളി സാക്കെ തിരിച്ചു ചേർക്കും മക്കളെ. ഇങ്ങനെ പിടിക്കും. ഓക്കെ ഓക്കെ, ഒന്ന് പിടിച്ച് കാണിച്ച് അടി മോനെ സാക്ക എന്ന മുഖോട് കാണിച്ചു കൊടുത്തേ. ഹായ് ഫ്രണ്ട്സ്, ഇല്ല ഇത് നിങ്ങളിത് നാണമാണ്. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക്? ഹായ് ഫ്രണ്ട്സ്, കൊണ്ട് അടിപൊളി കരിമീനാണ്. ഇത് പാലാറി വെച്ച് തിന്നാൻ കേട്ടോ. ഓക്കെ, ാണല്ലേ അല്ല, എങ്ങനെ പാലത്തിനടുത്തേക്ക് പോവാ?